ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. റംസാൻ മുബാറക്. ഇന്ന് ഞാൻ വന്നത് വെറും മുട്ട കൊണ്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റിയതും അല്ലാതെയും കഴിക്കാൻ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ആയിട്ടാണ്. 3-4 സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. റംസാന് മുന്നേ തന്നെ ചെയ്ത വീഡിയോ ആണ്, ലേറ്റായിപ്പോയി വീഡിയോ എഡിറ്റ് ആക്കി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ മുട്ട കൊണ്ട് മാത്രമാണ് ചെയ്തത്. നമ്മൾ ചിക്കനൊക്കെ സാധാരണ ചിക്കൻ കൊണ്ടല്ലേ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നത്. ഇത് ഞാൻ മുട്ട കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു 20 മുട്ടയോളം എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ ഒരു 20 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നത് പുഴുങ്ങിയിട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, അതും കൂടെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയാണ് ഇതിന് മെയിനായിട്ടുള്ള ആവശ്യം. അപ്പോൾ ഈ 3-4 റെസിപ്പി ഉണ്ടാക്കുന്നതും സ്നാക്സ് ഉണ്ടാക്കുന്നതും ഈ മുട്ടയും ഉരുളക്കിഴങ്ങും പൊട്ടാറ്റോവും വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, രണ്ടും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പൊട്ടാറ്റോവും കൂടി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്താൽ മതി, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ചുരുങ്ങിയ ചിലവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ പൊട്ടാറ്റോവും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തത് ഒരു 4 മുട്ടയാണ് കേട്ടോ. ഇത് 4 മുട്ടയും ഒരു 2 പൊട്ടാറ്റോവും, പിന്നെ അതിലേക്ക് സവാള, 2 സവാള, ഒരു വലിയ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുക. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് കണ്ട സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ട ഫുള്ളായിട്ട് തന്നെ, അത് ഹാഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്കിത് ഈ സ്റ്റിക്കാണ്, ഈ പിന്നെ കുറച്ച് നീളമുള്ള സ്റ്റിക്ക്, ടൂത്ത് പിക്കല്ലേ അതിൻ്റെ വലുത്. അപ്പോൾ നമുക്കിത് ഈ മസാല ഉണ്ടാക്കിയ മസാലയില്ലേ, മിക്സ് ചെയ്ത് മസാല എന്താക്കുക, കയ്യിലേക്ക് എടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട, തൊലികളെല്ലാം മുട്ട നമുക്കിതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടത്. എന്നിട്ട് നമുക്കതൊരു റൗണ്ട് ഷേപ്പിൽ ബോൾസാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഹാഫ് മുട്ട വെച്ചും ചെയ്യാം കേട്ടോ, ഫുള്ളിലാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ലപോലെ കൈകൊണ്ട് എല്ലാ ഭാഗവും അടച്ചിരിക്കണം. ഈ മുട്ടനെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പോവും. അപ്പോൾ അത് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലപോലെ കവറാക്കി ഉരുട്ടിയെടുക്കുക. ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് ഇതിലേക്ക് നേരെ അതിൻ്റെ അകത്തേക്ക് കുത്തി കൊടുക്കണം. അപ്പോൾ ഒരേപോലെ നോക്കണം, 2 സൈഡും ഒരേപോലെ നോക്കണം. പിന്നെ മുട്ടേൻ്റെ നടുവിലെ കൂടെ തന്നെ ഈ സ്റ്റിക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഓരോന്നും അങ്ങനെ ചെയ്ത് വെക്കുക ആദ്യം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദ കലക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് മൈദയും ചില്ലി ഫ്ലേക്സ്, കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് നന്നായിട്ടൊന്നും വേണ്ട, കുറച്ച് ലൂസ് പരുവത്തിൽ തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സാധനമില്ല, സ്നാക്കില്ല, ഇതെടുത്തിട്ട് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കുക. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സ്പൂണ് കൊണ്ടെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈസി, അതുപോലെ നമുക്കിത് ഒന്ന് മുക്കിയെടുക്കണം. ഇതിൽ ഈ മൈദയിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക്, ഞാനിപ്പോൾ ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡുള്ള അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ട് അങ്ങനെ എടുക്കാം. ഇതിൽ കുറച്ച് മിക്സൊക്കെ ഉണ്ട്, ചില്ലി ഫ്ലേക്സ് അതിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ മൈദയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തെടുക്കുക.
ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ഡീപ്പ് ഫ്രൈ അല്ല, നല്ലപോലെ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ ഈ ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യുന്നിട്ടാ. ഞാൻ നോമ്പിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കലാണിത്. അപ്പോൾ ഞാനിത് വീഡിയോ അന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിൽ ചെയ്തതാണ്, എഡിറ്റ് ആക്കാൻ ലേറ്റായി പോയതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് സിബ്ലോ കവറിലൊക്കെ സൂക്ഷിക്കാം. കുറേ ദിവസം വരെ, 2 വീക്സ് വരെ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് റംസാൻ വരുമ്പം, നോമ്പൊക്കെ വരുമ്പം ടയേർഡാകുന്ന ടൈമിലെല്ലാം നമുക്കിത് പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടോ. ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്നാവാനൊന്നും പോകുന്നില്ല, നന്നായിട്ട് കവറാക്കിയാൽ മതി. അപ്പോൾ നമ്മളിത് സിബ്ലോ കവറിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ സിബ്ലോ കവറേ ഉള്ളൂ കേട്ടോ. വലുത് ആണെങ്കിൽ നമുക്ക് 2 എണ്ണമൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു കവറിൽ ഒരു കണക്കിൽ അങ്ങനെയാണ് വെക്കുന്നുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ 2 എണ്ണം ടൈറ്റായി പോവും. അതുകൊണ്ട് ചെറുതായതുകൊണ്ട്, വലുതാണെങ്കിൽ നമ്മൾക്ക് 2 എണ്ണം ആക്കിയിട്ടൊക്കെ വെക്കാം. ഇല്ലെങ്കിൽ ബോക്സിൽ വെക്കുന്നുണ്ടെങ്കിൽ ബോക്സിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് മുട്ടയും പൊട്ടാറ്റോയും കൂടി വെച്ചിട്ട് തന്നെ അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനും ചെയ്യേണ്ടത് നമ്മൾ പൊട്ടാറ്റോയും മുട്ടയും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും പൊട്ടാറ്റോയ്ക്ക് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ ചൂടാക്കണം. ഒരു പാൻ എടുക്കുക, പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യണം. ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നത് മഞ്ഞൾ പൗഡർ, പെപ്പർ പൗഡർ, പാപ്രിക്ക ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒറിഗാനോ, ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചധികം ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, ആ ഒരു വിധത്തിൽ നമുക്ക് എങ്ങനെയാണോ സ്പൈസസിൻ്റെ ആ ഒരു പിന്നെ എരിവൊക്കെ എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഈ ഓയിലിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ സ്പൈസസ് ഫസ്റ്റ് ആഡ് ചെയ്യുമ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താക്കി, ഒരു സവാള കട്ട് ചെയ്തതും പിന്നെ എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഗ്രീൻ ചില്ലിയും ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം മതി. നമ്മൾ മുട്ടയും പൊട്ടാറ്റോ എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ മസാല റെഡി ആവേണ്ടത് കേട്ടോ. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 5 മുട്ട ഗ്രേറ്റ് ചെയ്തതും 2 പൊട്ടാറ്റോയും കൂടി ഗ്രേറ്റ് ചെയ്തതാണ്. അതിന് ശേഷം നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് വഴറ്റിയിട്ടാകുമ്പം നമ്മൾക്ക് ഈ മുട്ടയും പൊട്ടാറ്റോയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താ പറയുക, കുഴഞ്ഞ പരുവത്തിലൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായി ഇങ്ങനെ പായസം പോലെ ഒന്നും ആവാൻ പാടില്ല കേട്ടോ. ആ ഒരു ക്രഷ് ചെയ്ത പോലെ വേണം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിത് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത്. പൊട്ടാറ്റോ ഒന്നും ഉപ്പിടാതെ വേവിക്കുന്നതല്ലേ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾക്കിതൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിന് വേണ്ടത് നമുക്കിവിടെ സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സമൂസ ഷീറ്റിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് എടുക്കുക. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിൽ ഇട്ട് കൊടുക്കുക, മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും പണിയൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കലക്കിയ മൈദ മാവ് ഉണ്ടാവില്ല, അതിലേക്ക് അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
ഒന്നും ആവാൻ പോകുന്നില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിലൊന്നും ഒന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി, അപ്പുറം ഇപ്പുറം ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ എന്നല്ല, ഓയിൽ ഒഴിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും ഇളകി വരാനൊന്നും പോകുന്നില്ല, നല്ല ഫില്ലായിട്ട് അവിടെ നിൽക്കൂട്ടാ. ഈസി പരിപാടിയാണ് കേട്ടോ ഇത്, ഈസി മെത്തേഡാണ് ഇത്, നല്ല ടേസ്റ്റ് വേണ്ട. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. നമുക്ക് മസാല വേണമെങ്കിൽ എങ്ങനെയോ എന്തും ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ ചിക്കനിൽ വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒന്നും പിന്നെ ഇതും ഞാൻ ഫ്രൈ ചെയ്യാനാണ് പോകുന്നിട്ടാ. കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ, ബാക്കിയൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിപ്ലോ കവറിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിപ്ലോ കവറിലിട്ടിട്ട് ഫ്രീസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ടതൊക്കെ കണ്ടില്ലല്ലേ. അപ്പോൾ ഒന്നും ആവാനൊന്നുമില്ല കേട്ടോ, പൊട്ടിപ്പോവാനൊന്നുമില്ല. ആ ഒരു പേടിയൊന്നും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കലും ചെയ്യാം. വെർമിസെല്ലിയോ അങ്ങനെ ആദ്യം മൈദയിൽ മുക്കിയിട്ട് വെർമിസെല്ലി ഒന്ന് 2 സൈഡും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മല്ലിയില നമ്മൾക്ക് കവർ ചെയ്ത് കൊടുക്കുക. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്യാസ് എന്ന് പറഞ്ഞൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. മയനൈസ് 2 സൈഡും കൂടി മയനൈസ് മുക്കി കൊടുത്തിട്ട് പിന്നെ മല്ലിയില ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ചെയ്ത 2 സൈഡ് മാത്രം കേട്ടോ, നടുവിലല്ല. അങ്ങനെയും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതൊരു കാണാനൊരു വേറൊരു മൊഞ്ച്, വേറൊരു സ്റ്റൈല്, ഇതൊരു വേറൊരു സ്റ്റൈല്, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ചെയ്ത മസാലയില്ലേ, ആദ്യം ചെയ്ത സ്നാക്കിൻ്റെ മസാല, ആ സെയിം മസാല വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിൻ്റെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതിൻ്റെ ബാലൻസ് കൊണ്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ സെയിം മസാല വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തതൊന്നെ, സെക്കൻഡ് ചെയ്തതല്ല, ഫസ്റ്റ് ചെയ്ത മസാല, സെയിം മസാല കൊണ്ട് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് റോൾ ചെയ്തെടുക്കുക, ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് കട്ട്ലേറ്റ് ഷേപ്പിൽ ആക്കിയെടുക്കുക. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, ലൂസൊന്നുമല്ല, ടൈറ്റിൽ തന്നെ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കട്ട്ലേറ്റ് ഷേപ്പിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്, അതൊന്ന് കലക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഇതിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, മുക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. ഫസ്റ്റ് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക, പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുക. കൈ കൊണ്ട് ചെയ്യുന്നെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്, ഒന്നും ആവാനൊന്നും പോകുന്നില്ല. 2 വീക്സ് വരെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് കേട്ടോ, അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയും. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാനൊന്നും നോമ്പ് എടുത്തിട്ടെല്ലാം ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന അവസ്ഥയിലുണ്ടാവുക. അപ്പോൾ നമുക്കത് ബാക്കിയുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം.
കുക്കിങ്ങിൽ തന്നെ ടൈം കളയേണ്ടി വരുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അതേപോലെ ചിക്കനിലും നമുക്ക് ചെയ്ത് വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രീ ചെയ്ത് വെക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അറിയാത്തവർക്ക് കൂടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ സിപ്ലോ കവറിലാക്കി വെക്കുക ചെയ്യുന്നത് കേട്ടോ. വലിയ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഒരുപാട് വെക്കായിരുന്നു. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വലുതില്ല, അപ്പോൾ ചെറുതാണ് ഉള്ളത്. അപ്പോൾ ചെറുതിൽ ഞാൻ വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. റംസാൻ കരീം.